ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റവുമായിട്ടാണ്. ഇപ്പം നമ്മളെ കുട്ടികൾ കടയിലുള്ള ചീറ്റോസും അതുപോലെ തന്നെ കുർക്കുറയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഒരുപാട് പേരും മേടിച്ച് കൊടുക്കാനായിട്ട് മടിയായിരിക്കും. പക്ഷെ നമുക്ക് വീട്ടിലുള്ള ഐറ്റം കൊണ്ട് തന്നെ, ഒറ്റ ചേരുവ കൊണ്ട് തന്നെ അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ചെയ്തെടുക്കാം. അപ്പം വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ ബോൾ പോലെ ഇരിക്കുന്നതാണ്, ക്രഞ്ചി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പാൻ അടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കറക്റ്റായിട്ട് അളന്നെടുക്കണം. 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ്. ഇതിപ്പോൾ ചെറിയ സ്പൂണായതുകൊണ്ട് 2 സ്പൂൺ ഒഴിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്, വേറെ ഒന്നുമല്ല. വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കരുത്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമുക്കുള്ള കുട്ടികൾക്കുള്ള ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക്, നമ്മുടെ ചീറ്റോസൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്ന അത് നമ്മുടെ റവയാണ്, സാധാ റവയാണ്. ഇത് ഒന്ന് വറുത്തതെടുക്കാം, വറുക്കാത്തെടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം, അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്തൊരു അളവ് ശ്രദ്ധിക്കണം. നമ്മൾ 1 കപ്പ് റവ എടുത്തു കഴിഞ്ഞാൽ ആ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം എടുക്കണം. ഇനിയിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏതൊരു പാത്രത്തിലാണോ റവ എടുക്കുന്നത് ആ പാത്രത്തിന് അനുസരിച്ച് ആ ഒരു പാത്രത്തിൽ അതിന് 1 പാത്രം വെള്ളം എടുക്കുക. വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഏറ്റവും സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മുടെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കുറേശ്ശെ ഇട്ടിട്ട് ഈ വെള്ളത്തിൽ ഫുള്ള് റവയും നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെയായിട്ട്. നമ്മുടെ ഫുള്ള് റവയിലും ഈ വെള്ളം വരണം, വെള്ളം മിക്സ് ആവണം. എന്നിട്ട് ചെറിയ തീയിലിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് വെച്ചേക്കാൻ വേണം. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നോൺ സ്റ്റിക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാത്ത പാത്രത്തിലാണെങ്കിലും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിതിൽ എണ്ണ ചേർക്കുന്നത്. ഒന്ന് അടച്ച് വെക്കണം. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ചെറിയ തീയിലിട്ട് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ റെഡിയായി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പാത്രത്തിലോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയ ചൂടുണ്ട്. ഈ ചൂടോട് കൂടി വേണം നമ്മളിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കൈ കൊണ്ട്. അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ട്, എന്നാലും നമുക്ക് കുഴപ്പമില്ല, മിക്സ് ചെയ്യാവുന്ന ചൂടേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതുപോലെ തൊണ്ടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അതുപോലെ ഞാനിതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ നല്ല പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും നേരം നമ്മളിത് കുഴച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു ചെറിയതായിട്ട്, അപ്പോൾ തണുത്തിട്ടുണ്ടല്ലോ മാവ്, ഇനി ഒരു ചെറിയ ബോളുകളായിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കണം. ഒരുപാട് വലിയ ബോൾ വേണ്ട, ചെറിയ ബോളുകൾ മതി. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ബോളുകളായിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കണം. ഇതിൽ ചെറുതായിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇതിൽ പിന്നെ കയ്യിൽ പറ്റുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല. കയ്യിൽ ഇതൊട്ടും പറ്റത്തില്ല കാരണം നമ്മൾ നല്ല പോലെ എണ്ണ ഇതിനകത്ത് ചേർത്ത് കുഴച്ചെടുക്കുന്നതാണല്ലോ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിന് ബോളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ 1 കപ്പ് റവയിൽ നിന്നാണ് ഇത്രയും ബോൾസ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇതിന് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്ത് കോരാനായിട്ട്. തീയിൽ നല്ല പോലെ ഒന്ന് മീഡിയം റേഞ്ചിലാക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ഇളക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സ്പൂണിട്ട് ഇളക്കാവുള്ളൂ. കണ്ടോ, ഇത് ഇപ്പം കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മിനിറ്റൊക്കെ നമുക്കിത് കോരി മാറ്റാം. നല്ല പോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ, കാണാൻ പറ്റുന്നതെന്ന് അറിയുന്നില്ല, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇനി ഒന്ന് ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, കരിയാൻ പാടില്ല. ഇത് കണ്ടോ, ചിലികില സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഫസ്റ്റ് നമ്മൾ
കോരി എടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ കോരി മാറ്റണം. കണ്ടോ, ഒരു ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡ് പോലെ ഇതിന് ഫുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിത് കോരി മാറ്റണം. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഇത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം എടുത്തതാണിത്. ശകലം അത് ഇരുന്നൊന്ന് മൂത്ത് വരും. അപ്പം ഇതും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാം ഒരേ കളറായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. ഇത് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് 1-2 സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി. കുറച്ച് മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതില്ലെങ്കിൽ സാധാരണ പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ശകലം പൊടിച്ച പഞ്ചസാരയാണ്. 1/4 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ ഈ കുർക്കുറയും ഈ ചീറ്റോസും ഈ കഴിക്കുന്ന ഒരു ഇത് കിട്ടത്തില്ലേ, നമുക്ക് ശകല എരി കാണും, ഉപ്പ് കാണും, അതുപോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ്റെ ഒരു ഫ്ലേവർ കാണും, അതുപോലെ തന്നെ ശകല ഒരു മധുരവും കാണും. അതിനാണ് ഇത് ചേർക്കുന്നത്. നല്ല ഒരു മണമാണ് ഇതിപ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ട് തട്ടി കൊടുക്കാൻ. കണ്ടോ, കറക്റ്റായിട്ട് അതിലെല്ലാം ആയി വരും. നമ്മൾ രണ്ടാമത് എടുത്തതിൻ്റെ ചെറിയ ഒരു ഇതെന്തുവാണ്, ചൂടോട് കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എണ്ണയുടെ ഒരു ചെറിയ ചൂടുണ്ടാവും. അപ്പം അതും കൂടി ചേർത്തിട്ട് ഇതിലിട്ട് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇതിൽ സെറ്റായി വരും. നമ്മൾ ജസ്റ്റ് നല്ല പോലെ ഇളക്കി കൊടുക്കണം. കാരണം ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയും ഒക്കെ എല്ലായിടത്തും വരണം. എന്നാൽ ഒരുപാടാകാനും പാടില്ല. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് ചെറിയൊരു എരി ഉണ്ടാകുമ്പോൾ അവരത് കഴിച്ചോളും. ഒന്ന് കഴിച്ചു നോക്കട്ടെ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.